കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 2, 13 മുതലുള്ള തിരുവചന ഭാഗം. പൗരസ്ത്യദേശത്ത് നിന്ന് വന്ന 3 ജ്ഞാനികൾ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദേസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദേസിൻ്റെ മരണം വരെ അവിടെ താമസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു. എൻ്റെ പ്രവാചകനിലൂടെ കർത്താവ് അരുൾ ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ഹെറോദേസിൻ്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർക്കലാവോസ് ആണ് പിതാവായ ഹെറോദേസിൻ്റെ സ്ഥാനത്ത് യൂദായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പിനനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസ്രായനെന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരുടെയും തിരുനാളാണ്. നമ്മളെല്ലാവരും ഒരു കുടുംബത്തിൽ ജനിച്ചവരും ഒരു കുടുംബത്തിൽ വളർന്നു വന്നവരുമാണ്. ഒരുപക്ഷെ കുടുംബത്തിൻ്റെ അറ്റ്മോസ്ഫിയർ, സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമോ അനുകൂലമോ ആയിരുന്നിരിക്കാം. പക്ഷെ നമ്മളൊക്കെ ഒരു കുടുംബത്തിൽ ജനിച്ച് കുടുംബത്തിൽ വളർന്നു വന്ന വ്യക്തികളാണ്. ഇന്നും കുടുംബജീവിതം നയിക്കുന്നവരാണ് നിങ്ങളിൽ മിക്കവാറും പേരും. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ തിരുനാളിൻ്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് ഇത് നൽകുന്ന ആ ഒരു സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബങ്ങളെയൊക്കെ വിശുദ്ധീകരിച്ച് ഉയർത്തുവാൻ നമുക്ക് സാധിക്കണം. 3 കാര്യങ്ങൾ ആദ്യമേ തന്നെ നമ്മൾ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഒരു ചെറിയ പതിപ്പായിട്ട് കാണാൻ പറ്റും. തിരുക്കുടുംബത്തിന് ഉണ്ടായ ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽക്കാർ അവരെ നയിച്ചുകൊണ്ടിരുന്ന ദൈവം അത് പ്രകാശമായിട്ടും കാർമേഘമായിട്ടുമൊക്കെ അവരെ നയിച്ചുകൊണ്ടിരുന്ന ദൈവം. ഇവിടെ നമ്മൾ കാണുന്നു നക്ഷത്രം നയിക്കുന്ന സാഹചര്യങ്ങൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇനി ഇസ്രായേൽക്കാർക്ക് അടിമത്തത്തിൽ ജീവിക്കേണ്ടതായിട്ട് വന്നു. നമ്മൾ കാണുകയാണ് തിരുക്കുടുംബം അവിടെ ഈജിപ്തിൽ പോയി അവിടെ കുറേ നാൾ താമസിക്കേണ്ടി വന്നു. അങ്ങനെ യേശുവിനെ അവിടെ ഒളിപ്പിച്ചു വെച്ച ആ ഒരു സംഭവം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇസ്രായേലിൻ്റെ ഒരു ചെറിയ പതിപ്പായിട്ട് തിരുക്കുടുംബത്തെ നമുക്ക് കാണാൻ പറ്റും. നമ്മളാരാണ്? നമ്മൾ പുതിയ ഇസ്രായേൽ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ദൈവം ഇസ്രായേലിന് നൽകിയ സ്നേഹം, പരിപാലന, സംരക്ഷണം ഇതെല്ലാം നമുക്ക് ലഭിക്കും നമ്മൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ എന്ന ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. തിരുക്കുടുംബത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പ്രോബ്ലം ഫ്രീ ഫാമിലി? അങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒരു പ്രശ്നവും ഇല്ലായിരുന്ന ഒരു കുടുംബം? അതല്ല. തിരുക്കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ അവരെന്തുമാത്രം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവർ സ്നേഹം നിറഞ്ഞ ലവ് ഫിൽഡ് ഫാമിലി, അങ്ങനെ പറയാൻ പറ്റും. അതായിരുന്നു തിരുക്കുടുംബം. സ്നേഹമായിരുന്നു അവരുടെ നിയമം, സ്നേഹമായിരുന്നു അവരെ ഭരിച്ചിരുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. നിങ്ങളെല്ലാ പ്രശ്നവും തീർന്നിട്ട് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ ഭൂമിയിൽ വെച്ച് നടക്കാൻ പോകുന്നില്ല. ഒരു പ്രശ്നം മാറിയാലും വേറൊരു പ്രശ്നം വരാം,
അപ്പം അതുകൊണ്ട് പ്രശ്നമില്ലാത്ത പ്രോബ്ലം ഫ്രീ ഫാമിലി, പ്രോബ്ലം ഫ്രീ ലൈഫ് അതല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഫ്രാൻസിസ് സാലസ് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, ലേൺ ടു ലിവ്, ജീവിക്കാൻ പഠിക്കുക. ഇന്ന് അതിന് പകരം ജീവിതം എളുപ്പമാക്കാൻ വേണ്ടി പരക്കം പായുന്നവരെ കാണാൻ പറ്റും. ജീവിത സാഹചര്യങ്ങൾ അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്, എനിക്ക് അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുകളുണ്ട്, എനിക്ക് അതിൻ്റേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല? അങ്ങനെ ചിന്തിക്കുന്നവരാണ് യഥാർത്ഥ കുടുംബജീവിതം നയിക്കുന്നത്. അതല്ലാതെ ഞാൻ സ്വപ്നം കണ്ടതുപോലെ, ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ സകല കാര്യങ്ങൾ നടക്കണം, ബാക്കിയുള്ളവരൊക്കെ അതനുസരിച്ച് നിന്നോണം, അങ്ങനെ പറഞ്ഞു പോകുന്ന കുടുംബജീവിതമൊന്നുമല്ല. അങ്ങനെയാണ് പ്രതീക്ഷിച്ചവർ കെട്ടാൻ പോകരുതായിരുന്നു. വിവാഹ ജീവിതം അങ്ങനെയുള്ളവർക്ക് ഉള്ളതല്ല. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് ആൻ ഈസി വേ. യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ എളുപ്പവഴിയല്ല. നമ്മൾ കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയാണോ യേശുവിനെ സമീപിക്കാറുള്ളത്? അതോ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ച് സ്വർഗത്തിൽ പോകണമെന്നുള്ള ഉദ്ദേശത്തോടെയാണോ പ്രാർത്ഥിക്കാറുള്ളത്, യേശുവിനെ അനുഗമിക്കാറുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഇത് മനസ്സിലാക്കി മുമ്പോട്ട് പോയ ഒരു കുടുംബമായിട്ട് തിരുക്കുടുംബത്തെ നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു കാര്യം, തിരുക്കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ, അല്ലെ നമ്മുടെ തന്നെ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചാലും സഭയുടെ ഒരു ചെറിയ പതിപ്പായിട്ട് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സഭയുടെ ചെറിയ പതിപ്പ്. പള്ളി പോകുമ്പം നമ്മുടെ ആ സ്വഭാവ രീതികൾ അത് നമ്മുടെ കുടുംബത്തിലും കാണിക്കണം. നമുക്കറിയാമല്ലോ, പള്ളി പോയി പള്ളിക്കകത്ത് നിൽക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഇഷ്ടക്കേട് വരുമ്പോഴേ അസഭ്യം പറയുമല്ലോ, തട്ടിക്കയറുമോ? അങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ. നമ്മുടെ കുടുംബത്തെ ആ രീതിയിൽ കാണണം. പള്ളിയിൽ പോയിട്ട് എന്തെങ്കിലും അശുദ്ധമായ പ്രവൃത്തി ചെയ്യാനായിട്ട്, മ്ലേച്ഛത കാണിക്കാനായിട്ട് ആരെങ്കിലും ധൈര്യപ്പെടുമോ? അങ്ങനെയെങ്കിലും നമ്മുടെ ബെഡ്റൂമിലാണേലും നമ്മുടെ ഭവനത്തിലാണേലും ആ വിശുദ്ധി പാലിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന്, അതിന് വില കൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് കെട്ടുറപ്പുണ്ടാകത്തുള്ളൂ. ഇനി നമ്മൾ ഇതൊന്നും അറിയാതെ നമ്മുടെ കുടുംബം കുട്ടിച്ചോറാക്കിയോ അതോ കെട്ടുറപ്പുള്ളൊരു കുടുംബമാണോ നമ്മുടെ കുടുംബം എന്നുള്ളത് മനസ്സിലാക്കി ഈ തിരുനാളിൽ വിശുദ്ധീകരിച്ചെടുക്കേണ്ട കുടുംബങ്ങളെ വിശുദ്ധീകരിച്ചെടുക്കണം. തിരുത്തേണ്ട കാര്യങ്ങളെ തിരുത്താൻ നമ്മൾ തയ്യാറാകണം. മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്, തിരുക്കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആദ്യത്തെ സ്ഥാപനം കുടുംബമാണ്. ആദ്യത്തെ സ്ഥാപനം അതാണ് ഏദൻ തോട്ടത്തിൽ കർത്താവ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് തിരുക്കുടുംബത്തിലേക്ക് നോക്കിയാൽ ഒരു 5-6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ പഠിച്ച് നമ്മുടെ കുടുംബത്തിൽ അത് നിവൃത്തിയാകുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ കുടുംബം തിരുക്കുടുംബത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപപ്പെടും. തിരുക്കുടുംബത്തിൽ ആരെങ്കിലും സ്വർഗത്തിൽ പോകാതിരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാവരും സ്വർഗത്തിൽ പോയവരാണ്. അപ്പോൾ അതുകൊണ്ട് ആ സാദൃശ്യത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ രൂപപ്പെടുത്തിയെടുത്താൽ നമുക്കൊക്കെ സ്വർഗത്തിലെത്താൻ സാധിക്കും എന്നുള്ള ആ ഒരു സന്ദേശമാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഒന്നാമത്തെ കാര്യം, കുടുംബത്തിലേക്ക് നോക്കിയാൽ, തിരുക്കുടുംബത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നത് സ്നേഹം. ആ കുടുംബാംഗങ്ങൾക്ക് പരസ്പരം ഉണ്ടായിരുന്ന സ്നേഹം. യേശുപിതാവ്, മാതാവ്, ഉണ്ണീശോ. നമ്മൾ കാണുന്നത് സ്നേഹം അവിടെ നിറഞ്ഞു നിന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ നിയമമായിട്ട് മാറേണ്ടത് ഈ സ്നേഹമല്ലേ? കുടുംബാംഗങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ കണ്ട് നമുക്ക് ദൈവത്തിൻ്റെ മക്കളാകാൻ പറ്റുമോ? യോഹന്നാൻ 13:35 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആദ്യം പരസ്പരം സ്നേഹിക്കേ. അത് കണ്ടിട്ട് മറ്റുള്ളവർ പറയും നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന്. ഞാൻ കഴുത്തെ കൊന്തയും എന്തിങ്ങോ ഇട്ട് അത് പുറമേ കാണിച്ച് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ടിട്ട് യഥാർത്ഥ ക്രിസ്ത്യാനിയാണെന്ന് മറ്റുള്ളവർ പറയണം. ഈ സ്നേഹം അതായിരിക്കണം നമ്മുടെ നിയമം. ഇതിനെന്തുമാത്രം സ്ഥാനം നമ്മുടെ കുടുംബത്തിൽ ലഭിച്ചിട്ടുണ്ട്? നിസ്വാർത്ഥ സ്നേഹമാണോ സ്വാർത്ഥ സ്നേഹമാണോ നമ്മുടെ കുടുംബത്തിൽ വിളയാടുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടാമതൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും, ഐക്യം. തിരുക്കുടുംബത്തിലേക്ക് നോക്കിയാൽ ഐക്യം നമ്മൾ കാണുന്നുണ്ട്. ലൂക്കാ 2-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ബാലനായ യേശുവിനെ കാണാതായി. രണ്ടുപേരും
ഭ്രാന്ത് പിടിച്ചതുപോലെ ഓടി നടന്ന് അന്വേഷിച്ചു. ഒരു ദിവസത്തെ യാത്ര പിന്നിട്ടപ്പം മനസ്സിലായത് 3 ദിവസം അവർ യാത്ര ചെയ്തിട്ടും കണ്ടെത്തിയില്ല. ഇതൊക്കെ അവർ എത്രമാത്രം വ്യസനിച്ചു എന്നുള്ളത് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ടു കഴിഞ്ഞപ്പോൾ മറിയം പറഞ്ഞൊരു കാര്യം, ഇന്നത്തെ ദമ്പതിമാർ പരസ്പരം കുറ്റപ്പെടുത്തുന്നത് പോലെ കുറ്റപ്പെടുത്തുകയാണോ ചെയ്തത്? അതല്ലെങ്കിൽ ജീവിത പങ്കാളിയെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുകയാണോ ചെയ്തത്? ഇതൊക്കെ അവിടെ വളർത്തു ദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അങ്ങനെ പറയുകയാണോ ചെയ്തത്? അല്ലല്ലോ. ഞാനും നിൻ്റെ പിതാവും ഞങ്ങൾ എത്രമാത്രം ഇതിൻ്റെ പേരിൽ വ്യസനിച്ചു. ജോസഫും ഞാനും എത്രമാത്രം ഇതിൻ്റെ പേരിൽ വ്യസനിച്ചു. എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തു? നമുക്കാണെങ്കിൽ സാരിക്കും പല കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്, അപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു പെർമിഷൻ കിട്ടിയില്ലെങ്കിൽ കൊച്ചമ്മയുടെ സാരിത്തുമ്പെ തൂങ്ങി എങ്ങനെയെങ്കിലും കരഞ്ഞു കാണിച്ചൊക്കെ അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കും. അപ്പനോട് ചോദിച്ചിട്ട് പോലുമില്ല. അമ്മ പെർമിഷൻ കൊടുത്തു. ആ കുടുംബം തകരാൻ വേറെ വല്ലതും വേണോ? വേറെ ചില കുടുംബങ്ങളിൽ എനിക്കറിയാം, എന്താടാ അപ്പം പറഞ്ഞ് അപ്പം പറ്റിയേലെന്ന് പറഞ്ഞു. അപ്പം പറ്റിയേലെന്ന് പറഞ്ഞാൽ പറ്റിയേല, നീ എൻ്റെ അടുത്ത് കിടന്ന് കിണങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ ഹൃദയത്തിൻ്റെ ഐക്യത്തിൽ നിൽക്കുന്ന ദമ്പതിമാരെ കാണാൻ പറ്റും. അവരുടെ മക്കളെ സുരക്ഷിതരായിട്ട് അവർ വളരും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ ഒരൈക്യം തിരുക്കുടുംബത്തിലേക്ക് നോക്കി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കുടുംബത്തിൽ വരേണ്ട കാര്യം. മൂന്നാമതൊന്ന് വിശുദ്ധി. തിരുക്കുടുംബത്തിലേക്ക് നോക്കിയാൽ തിരുക്കുടുംബവുമായിട്ട് എന്തെങ്കിലും അശുദ്ധി ചേർന്ന് പോകുമോ? അങ്ങനെ അശുദ്ധിക്ക് സ്ഥാനമുണ്ടെങ്കിൽ തിരുക്കുടുംബമാവുമോ? വിശുദ്ധിക്ക് വലിയ പ്രാധാന്യം തിരുക്കുടുംബത്തിലുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഈ വിശുദ്ധി അത് വിളയാടുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. വിശുദ്ധി നഷ്ടമാകുന്നത് നമ്മൾ ലൈംഗിക പാപങ്ങൾ ചെയ്യുമ്പോൾ മാത്രമൊന്നുമല്ല. ഹെബ്രായ ലേഖനം 12:15 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, വിദ്വേഷം മൂലം നിങ്ങളിൽ പലരും അശുദ്ധരാകുന്നു. എത്രയോ കുടുംബങ്ങളിലാണ് വിദ്വേഷം വിളയാടുക. നാളുകളായിട്ട് ദമ്പതിമാർ പോലും പരസ്പരം മിണ്ടാത്ത അല്ലെങ്കിൽ സ്നേഹമില്ലാത്ത ആ ഒരവസ്ഥയിൽ കഴിയുന്നത്. ആ കുടുംബം അശുദ്ധമല്ലേ? വിദ്വേഷം മൂലം നിങ്ങളിൽ പലരും അശുദ്ധരായി മാറുന്നു എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം എടുത്താൽ മക്കളുണ്ടാകേണ്ടത് എങ്ങനെയാണെന്ന് അവിടെ ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, മനോവയുടെ ഭാര്യയ്ക്ക് ദൈവദൂതൻ ഒരു സന്ദേശം കൊടുത്തു. നിങ്ങൾക്കൊരാൺകുഞ്ഞുണ്ടാവും, പക്ഷെ അവൻ ശക്തനായിരിക്കേണ്ടതിന് വീഞ്ഞോ ലഹരിപാനീയങ്ങളോ തൊട്ടുപോകരുത്. അശുദ്ധമായതൊന്നും നിങ്ങളെ സ്പർശിക്കരുത്, അശുദ്ധമായത്. ഇനി അത് ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് അത് വിശ്വസിച്ചു. ഇന്നത്തെ ഭർത്താക്കന്മാരാണ് പറഞ്ഞാൽ നിനക്കെന്തോ മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ട് നീ പിച്ചും പേയും പറയുന്ന. അതല്ല, ദൈവദൂതൻ പറഞ്ഞത് ഭർത്താവ് അംഗീകരിച്ചു. അങ്ങനെ അവർ ആ വാക്ക് പാലിച്ച് നിർദ്ദേശം അനുസരിച്ച് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. സാംസൺ. എന്തായിരുന്നു അവൻ്റെ ശക്തി? അതുകൊണ്ട് നമുക്ക് ഗുണമേന്മയുള്ള മക്കളെ നമ്മുടെ കുടുംബത്തുണ്ടാകണമെങ്കിൽ വിശുദ്ധി നമ്മുടെ കുടുംബത്തിൽ വിളയാടണം. വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും വിശുദ്ധിക്ക് വലിയ സ്ഥാനം ഉണ്ടായിരിക്കണം എന്നുള്ളത് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഉണ്ണീശോയെ ബാലനായ ഈശോയെ കാണാതായപ്പം ഇവർ ജോസഫും മേരിയും കൂടെ ചേർന്ന് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് മഷിയിട്ട് നോക്കിക്കാം, എവിടെയാണ് ഈ കൊച്ച്? ചിന്തിച്ചോ? ഇല്ലല്ലോ. ഇന്ന് എത്ര കുടുംബങ്ങളാണ് അശുദ്ധമാകുന്നത് 1-ാം കൽപ്പനയുടെ ലംഘനത്തിലൂടെ. അതേ മന്ത്രവാദമാണേലും കൂടോത്രമാണേലും വേണ്ടിയില്ല, എൻ്റെ കാര്യം നടക്കണം, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരണം എന്നും പറഞ്ഞ് ആ രീതിയിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നവർ അശുദ്ധി വിളയാടുന്ന കുടുംബങ്ങളല്ലേ അങ്ങനെയുള്ള കുടുംബങ്ങൾ. അവിടെ നിന്നാണ് നമുക്ക് ഒരു വിശുദ്ധീകരണം, ഒരു വിടുതൽ ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിരുക്കുടുംബം ദൈവാശ്രയത്വത്തിൽ ജീവിച്ചൊരു കുടുംബം. അത് യേശുവാണെങ്കിലും നമുക്കറിയാം പിതാവിനെ മാനിച്ചും പിതാവ് പറഞ്ഞത് കേട്ടും മാത്രം ജീവിച്ച ഒരു വ്യക്തിയാണ്. മറിയത്തിൻ്റെ കാര്യമോ ജോസഫിൻ്റെ കാര്യമോ അവന് കിട്ടിയ സ്വപ്നം അനുസരിച്ച് അവൻ പോവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. ഈജിപ്തിലേക്ക് പലായനം, അത് കഴിഞ്ഞ് തിരിച്ച് ഇസ്രായേലിലേക്കുള്ള തിരിച്ചുവരവ്, ഇതെല്ലാം ഒരുപാട് ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യങ്ങളായിരുന്നു. പക്ഷെ അതെല്ലാം ദൈവം പരിപാലിക്കും എന്നുള്ള, ദൈവം നയിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ
ഏറ്റെടുത്ത് മുമ്പോട്ട് പോയ വ്യക്തിയാണ് ജോസഫും മറിയവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തിരുക്കുടുംബത്തിൽ നമ്മൾ പഠിക്കേണ്ടത് പരസ്പര ബഹുമാനം. എന്നാ ഇത് നമ്മൾ പഠിക്കാൻ പോവുക? വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി, വേണേ 4-5 മക്കളുമായി, ജീവിത പങ്കാളിയെ ബഹുമാനിക്കാൻ പഠിക്കുന്നില്ലെങ്കിലോ, മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പഠിക്കുന്നില്ലെങ്കിലോ, മക്കളെ ബഹുമാനിക്കാൻ പഠിക്കുന്നില്ലെങ്കിലോ, ഇന്നത്തെ 2ാം വായന മുഴുവൻ സൂചിപ്പിച്ച എന്താണ്? ഈ പുണ്യങ്ങൾ അഭ്യസിച്ച് പരസ്പര ബഹുമാനത്തിൽ നമ്മൾ ജീവിക്കണം. ആദ്യ വായനയുടെ കാതലായ സന്ദേശം വളരെ ഗൗരവമുള്ളൊരു പാപം മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുന്നത്, അവരെ വേദനിപ്പിക്കുന്നത്, ദ്രോഹിക്കുന്നത് നിൻ്റെ കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന കാര്യമായിട്ട് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വായിച്ചു കേട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിച്ച് മുമ്പോട്ട് പോകാൻ നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് യഥാർത്ഥ കുടുംബമായിട്ട്, തിരുക്കുടുംബത്തിൻ്റെ രൂപത്തിൽ രൂപപ്പെട്ട ഒരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറുക. ഇതുവരെ ഇതൊന്നും അറിയാതെ നമ്മുടെ കുടുംബം കുട്ടിച്ചോറാക്കിയെങ്കിലും വേണമെങ്കിൽ നമുക്ക് അത് വിശുദ്ധീകരിച്ച് എടുക്കാൻ പറ്റും. നമ്മുടെ കുടുംബത്തെയും തിരുക്കുടുംബത്തിൻ്റെ രൂപത്തിൽ വാർത്തെടുക്കാൻ നമുക്ക് പറ്റും. അതിന് ഒന്നാഗ്രഹിക്കാം, പരിശ്രമിക്കാം. പ്രഭാഷകൻ 15:15 പറഞ്ഞിട്ടുണ്ട്, മനസ്സ് വച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ പറ്റും. മനസ്സ് വച്ചാൽ നിൻ്റെ കുടുംബത്തെ വിശുദ്ധീകരിച്ച് സ്നേഹത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ നിനക്കും സാധിക്കും. അതിനുള്ള ഒരു അധ്വാനം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള ഒരു തീരുമാനമെടുത്ത് ഈ ദിവ്യബലിയിൽ അത് ദൈവത്തിന് പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.